എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഫുഡ് നോട്ട്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഈ പുതിയൊരു തവ മേടിച്ചതാണ്. ഇത് കാസ്റ്റ് അയണിൻ്റെ തവയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് മയക്കുന്നത് അല്ലെങ്കിൽ സീസൺ ചെയ്യുന്നത്, ഈ സ്കിലറ്റ് എങ്ങനെയാണ് സീസൺ ചെയ്യുന്നതെന്നാണ് ഇന്ന് ഞാനൊരു ചെറിയ വീഡിയോ ചെയ്യുന്നത്. ഭക്ഷണം പോലെ തന്നെ പ്രധാനമാണല്ലോ നമ്മൾ കുക്ക് ചെയ്യുന്ന പാത്രങ്ങളും. വീട്ടിൽ തന്നെ ഭക്ഷണം തയ്യാറാക്കുക. ഹോം ഫുഡ് ഈസ് ദ ബെസ്റ്റ് ഫുഡ്, സോ കുക്ക് അറ്റ് ഹോം. പുതിയതായിട്ട് വാങ്ങിച്ചുകൊണ്ട് വരുമ്പം ആദ്യമൊന്ന് കുറച്ച് ഡിറ്റർജൻ്റ് ഇട്ട് നമുക്ക് ഇതൊന്ന് വൃത്തിയായിട്ടൊന്ന് കഴുകണം. അതൊരു ചെറിയ ചൂടുവെള്ളത്തിലാണ്, പൈപ്പിൽ കൂടെ ചൂടുവെള്ളം ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, ഇല്ലെങ്കിൽ ഒരു ചെറിയ ചൂടുവെള്ളത്തിൽ ഒന്ന് നന്നായിട്ട് കഴുകുക. ഒരുപാട് സ്ട്രോങ് ആയിട്ടുള്ള ഡിറ്റർജൻറ്റ് ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ആദ്യം ഇതൊന്ന് ഏതായാലും വൃത്തിയായിട്ട് കഴുകാം. നമുക്ക് നമ്മുടെ ദോശയൊക്കെ ഇങ്ങനെ നന്നായിട്ടുള്ള സീസൺ ചെയ്ത ഇരുമ്പ് പാത്രത്തിൽ ഉണ്ടാക്കുന്നതാണ് ആരോഗ്യത്തിന് നല്ലത്, ടേസ്റ്റിനും നല്ലത്. അപ്പം നമ്മൾ നോൺ സ്റ്റിക്കിലങ്ങ് പിടിച്ചിരിക്കുന്നത് കൊണ്ട് ഇത് അത്ര അധികം ആൾക്കാർ താല്പര്യം കാണിക്കാറില്ല. നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ച തവ വെള്ളം നല്ലപോലെ അബ്സോർബ് ചെയ്യുന്ന തുണിയോ അതല്ലെങ്കിൽ കിച്ചൺ ടവലോ ടിഷ്യൂ പേപ്പറല്ലേ അതോ വെച്ച് നന്നായിട്ട് ഇത് തുടയ്ക്കുക. അല്പം പോലും വെള്ളമില്ലാതെ തുടയ്ക്കുക. അപ്പോൾ ഇപ്പോൾ ഞാനിത് നന്നായിട്ട് തുടച്ചു. ഇത് നന്നായിട്ട് ഇപ്പോൾ തുടച്ചെങ്കിൽ പോലും നമുക്ക് അറിഞ്ഞുകൂടാ, ഇതിനകത്ത് ഒക്കെ വെള്ളമൊക്കെ ഉണ്ടാവാം. അപ്പോൾ ഇത് നന്നായിട്ട് നമുക്കിതൊന്ന് ഡ്രൈ ചെയ്യണം. അതിന് എണ്ണയൊന്നും പറ്റിയിട്ടില്ല, വെറുതെ ചൂടാക്കുകയാണിത്. നന്നായിട്ട് ചൂടാകട്ടെ. ഇപ്പോൾ ഇത് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഭയങ്കര ഹെവിയായി ഇത് കൈ പിടിച്ചുകൊണ്ട് നിൽക്കാൻ തന്നെ. അപ്പം ഞാൻ തൽക്കാലത്തിന് തീ ഒന്ന് ഓഫ് ചെയ്യുകയാണ്. അപ്പം ഇത് കണ്ടോ, ഇതിപ്പോൾ നല്ല ചൂടായിട്ടിരിക്കുമ്പോൾ നന്നായിട്ട് എണ്ണ പുരട്ടാൻ പോവുകയാണ്. അപ്പം എല്ലാ സൈഡിലും നന്നായിട്ട് പുരട്ടണം. ചൂട് പറക്കുന്നുണ്ട് കേട്ടോ, സാരമില്ല, നന്നായിട്ട് എല്ലായിടത്തും നല്ലപോലെ പുരട്ടണം. നമുക്ക് ഏറ്റവും പ്രയാസമുള്ള മുട്ട ഇത് ചെയ്യാനാണ് അല്ലേ. ശരിക്കും മയങ്ങാത്ത ഇതിലേക്ക് മുട്ടയുടെ വെള്ളം ഒഴിച്ച് അപ്പം തന്നെ മുഴുവൻ അതുമേൽ അങ്ങ് പിടിക്കും. നന്നായിട്ട് മയങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് മുട്ടയും പൊരിക്കാൻ പറ്റും. ഇനി ഇതിനകത്തേക്കും നമുക്ക് ഇഷ്ടം പോലെ അങ്ങോട്ട് എണ്ണ ഒഴിച്ച് വെക്കാം. മീഡിയം ഹീറ്റിൽ ഒരു 2 മിനിറ്റ് നന്നായിട്ട് ചൂടാകട്ടെ. ഇപ്പോൾ ഈ എണ്ണ മുഴുവൻ അകത്ത് ചൂടായിട്ട് വെളിയിൽ നിന്ന് ചെറുതായിട്ട് പുക വരുന്ന. അപ്പം നമുക്കിത് ഓഫ് ചെയ്തിടാം. ഇനി ഇത് നന്നായിട്ട് തണുക്കട്ടെ. ഇപ്പോൾ ഇത് തണുത്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്ത സ്റ്റെപ്പ് തന്നെ, അതായത് ചെറിയ ചൂടുവെള്ളം ഉപയോഗിച്ച് മൈൽഡ് ഡിറ്റർജൻറ്റ് ഉപയോഗിച്ച് പിന്നെയും നമ്മൾ ഈ അടുപ്പേ കൊണ്ടുവന്ന് ഇത് ചൂടത്ത് വെച്ചിട്ട് ബാക്കിയുള്ള വെള്ളം കളയുക. അതിനുശേഷം നമ്മളിതുപോലെ അകത്തും പുറത്തും എണ്ണ പുരട്ടി വീണ്ടും ഒരുവിധം നന്നായിട്ട് ചൂടാകുമ്പം അത് ഓഫ് ചെയ്തിട്ട് തണുക്കാൻ വിടുക. ഇങ്ങനെ ഒരു 5-6 പ്രാവശ്യം ചെയ്യുക. അപ്പോൾ ഒരു 5-6 പ്രാവശ്യം ചെയ്തതിന് ശേഷം ഒടുവിൽ വരുന്ന എണ്ണ കളയാതെ അങ്ങനെ തന്നെ അങ്ങ് വെച്ചേക്കുക. കാസ്റ്റ് അയണായിട്ടുള്ള പാത്രം ഉപയോഗിച്ചതിന് ശേഷം നന്നായിട്ട് കഴുകി തുവർത്തിയതിന് ശേഷം അത്യാവശ്യം എണ്ണ 2 സൈഡിലും പുരട്ടിയേ നമ്മൾ വെക്കാൻ പാടുള്ളൂ. അപ്പോൾ അടുത്ത പ്രാവശ്യം എടുക്കുമ്പോഴത്തേനും നന്നായിട്ടത് മയങ്ങി തന്നെ ഇരിക്കും. അതല്ലാതെ വെള്ളത്തോടുകൂടി ഈ പാത്രം വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് എല്ലായിടവും തുരുമ്പ് പിടിക്കും. അത് ഭയങ്കര അപകടകരമായിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് ഭക്ഷണം മാത്രമല്ല, നമ്മൾ ഏത് പാത്രത്തിലാണോ കുക്ക് ചെയ്യുന്ന ആ പാത്രങ്ങളും ആരോഗ്യപരമായിട്ട് നമ്മൾ കീപ്പ് ചെയ്യണം. ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റു നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഞാനെത്തും. ടിൽ ദെൻ ഐ എം സൈനിങ് ഓഫ് ആൻഡ് യു സ്റ്റേ സേഫ്.